ലോക വികസന ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്തേക്കുള്ള ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയെ വാട്ടർ സല്യൂട്ട് നൽകി വിഴിഞ്ഞം സ്വീകരിച്ചു. കപ്പലിൽ നിന്ന് ബർത്തിലേക്ക് കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങി. നാളെയാണ് ഔദ്യോഗിക ട്രയൽ റൺ ഉദ്ഘാടനം. രാവിലെ 7:30 കേരളത്തിന്റെ വികസന സ്വപ്നത്തിലേക്ക് ഒരു പൊട്ടുപോലെ സാൻ ഫെർണാണ്ടോ തെളിഞ്ഞു വന്നു. പുലിമുട്ടിന് സമീപമെത്തിയതോടെ തുറമുഖത്തെ ക്യാപ്റ്റന്മാർ തുഷാർ നിത്കറും സിബി ജോർജും കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. 4 ടഗ്ഗുകൾ ഉപയോഗിച്ചാണ് കപ്പലിനെ ബെർത്തിലേക്ക് അടുപ്പിച്ചത്. കപ്പലിനെ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന മൂറിംഗ് പ്രക്രിയ കഴിഞ്ഞതോടെ ബെർത്തിംഗ് പൂർണ്ണമായി. മലയാളികൾ വർഷങ്ങളായി കണ്ട സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. മന്ത്രിമാരായ VN വാസവനും GR അനിലും ചേർന്ന് കപ്പലിനെ സ്വീകരിച്ചു. ലോക ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം വലിയ രൂപത്തിൽ ഉയർന്നു വരുന്ന ചരിത്ര നിമിഷത്തിന് സാക്ഷികളാകാൻ പോകും നമ്മളല്ല. ലോകമാകെ നമ്മളെ ഉറ്റുനോക്കുകയാണ്. അപ്പോൾ പ്രകൃതിയുടെ വരദാനം തന്നെയാണ് വിഴിഞ്ഞം എന്നുള്ളതാണ് ആദ്യത്തെ നമുക്ക് അനുഗ്രഹീതമായ ഘടകം. കേരളത്തിൻ്റെ സാമ്പത്തിക, വ്യാവസായിക, വാണിജ്യ, തൊഴിൽ, ടൂറിസം മേഖലകൾക്ക് വൻ കുതിപ്പുറപ്പാക്കാൻ സഹായിക്കുന്ന, വലിയ പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു പശ്ചാത്തല സൗകര്യമാണ് ഇന്ന് ചരിത്ര നിമിഷം രൂപീകരിച്ചുകൊണ്ട് വിഴിഞ്ഞത്ത് സംജാതമാകും. സാൻ ഫെർണാണ്ടോയിൽ നിന്നും 1960 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുന്നത്. മുഖ്യമന്ത്രിയും കേന്ദ്ര തുറമുഖ മന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നാളെ കപ്പലിനെ ഔദ്യോഗികമായി സ്വീകരിക്കും. ഇനിയുള്ള 2 മാസക്കാലം വിഴിഞ്ഞത്ത് ട്രയൽ റൺ തുടരും. മറ്റു തടസ്സങ്ങളില്ലെങ്കിൽ സെപ്റ്റംബറോടെ തുറമുഖം കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് സർക്കാരിൻ്റെയും അദാനി ഗ്രൂപ്പിൻ്റെയും പ്രതീക്ഷ. വിഴിഞ്ഞത്തു നിന്നും റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.